കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. 2-ാം തീയതി ചേർന്ന UDF യോഗം, കോഴിക്കോട് ചേർന്ന UDF യോഗം പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി. ഇടയ്ക്ക് അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് അദ്ദേഹം UDF പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നതാണ്. അത് അദ്ദേഹം പലതവണ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ UDF സ്ഥാനാർത്ഥിക്കെതിരായി സംസാരിച്ചപ്പോഴാണ് അതിനകത്തൊരു അസ്വാഭാവികത തോന്നിയത്. കഴിഞ്ഞ കുറേ നാളുകൾ 8-9 മാസക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ ശ്രീ PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ചിലത് UDF പണ്ട് മുതലേ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തണമെന്ന ആഗ്രഹമായിരുന്നു എല്ലാ UDF നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുമായി അദ്ദേഹവുമായി ചർച്ച നടത്തണമെന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത്. ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഞാനുമാണ് ഈ ചർച്ചകൾ കൂടുതലായി നടത്തിയത്. ഞങ്ങളുടെ ആഗ്രഹം നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് LDF ഗവൺമെൻറ്റിനോട് വിയോജിപ്പുള്ള ആളുകളെയെല്ലാം കൂട്ടി നിർത്തണം, അല്ലെങ്കിൽ യോജിപ്പിച്ച് നിർത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ ജനങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെടുന്നൊരു ഗവൺമെൻറ്റാണ് ഇടതുമുന്നണി ഗവൺമെൻറ്. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. 9 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ ഉരകല്ലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി വന്നതുമാണ്. നമ്മളാരും കരുതിയതല്ല ഈ മഴക്കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൂടി കൂട്ടി നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നായിരുന്നു UDFൻ്റെ ആഗ്രഹം. പക്ഷേ ആ ചർച്ചകൾ ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന വസ്തുത ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഇനിയൊരു ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ചത്. കാരണം ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുന്നതല്ലാതെ റിസൾട്ട് ഉണ്ടാകുന്നില്ല. UDF യോഗം ഓൺലൈനിൽ ചേർന്നുകൊണ്ട് അദ്ദേഹത്തോട് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെട്ടു. ആ വിവരം അറിയിക്കാൻ UDF കൺവീനറെ ചുമതലപ്പെടുത്തി. ശ്രീ അടൂർ പ്രകാശ് ആ കാര്യം കൺവേ ചെയ്തിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥിയായ ആര്യാട ഷൗക്കത്തിനെ പിന്തുണയ്ക്കാനോ അത് സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഇന്നലെ അതുകൊണ്ടാണ് ഇനി ചർച്ചയില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. അത് ഞങ്ങളെല്ലാവരും കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ്.